കുഞ്ഞായിട്ട്. അപ്പം ഇനി ഞങ്ങൾ വന്നിരിക്കുന്നത് ചേമ്പിൻ്റെ ഒരു ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. പിന്നെ ചേമ്പ് കൊണ്ടൊരു കറി. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കളിക്കുന്നതിന് മുന്നേ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ചേമ്പ് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ചേമ്പാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത് കേട്ടോ. നീല ഇലയൊക്കെ ആയിട്ട് ഒരു നീല ചേമ്പാണ്. ഇങ്ങനത്തെ ചെറിയ ചേമ്പ്. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇതെങ്ങനെ കറി വെച്ചതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന വയലറ്റ് ചേമ്പ്. നീലയല്ല, വയലറ്റ് കളറാണ് തണ്ടിന്. തണ്ടിനൊരു വയലറ്റ് കളറാട്ടോ. ഇത് കറി വെക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇത് പുഴുങ്ങി തിന്നാനൊന്നും കൊള്ളില്ല. ചെറിയ ചേമ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പം മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും ഇങ്ങനത്തെ ചേമ്പൊക്കെ. അപ്പോൾ ഇത് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ ഈ ചേമ്പിന് കേട്ടോ. പുഴുങ്ങി തിന്നാനൊന്നും കൊള്ളില്ല. നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രുചിയാണ്. കുറച്ച് കൊഴുപ്പൊക്കെ ഉള്ള ചേമ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിൻ്റെ തോല് മുഴുവനും കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ചേമ്പിൻ്റെ തോല് കളയുന്ന പോലെയല്ല, ഇത് വേഗം അതിൻ്റെ തോല് പോയി കിട്ടും. അപ്പോൾ ഇതിന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേഗം കുറച്ച് താമസമായിരിക്കും. ഇതിപ്പോൾ 2-3 കീറിയിട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ കറി വെക്കാൻ ഈ ചേമ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ സാധാരണ ചേമ്പ് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതേ രീതിയിൽ കറി വെച്ചെടുക്കാം. അപ്പോൾ ഇതിനാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2-3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു തക്കാളി കഷ്ണങ്ങളായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരമുറി തേങ്ങ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ച അരപ്പ് ചേമ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് നമുക്ക് കിട്ടുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. LS ഫാമിലി കിച്ചനും കൊണ്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടങ്ങ് തിളച്ച് കുറുകി പോകണ്ട. ഇതൊന്ന് തേങ്ങേൻ്റെയൊക്കെ ഒരു പച്ചച്ചൊവയൊക്കെ മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രേ തിളക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിയുടെ തിക്നെസ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നല്ല ടേസ്റ്റാണ്. ഇപ്പം കറിച്ചേമ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. സാധാ ചേമ്പായാലും നമുക്കെടുക്കാം. പിന്നെ വറുത്തിട്ട് കൊടുക്കാം. അതിനായി കുറച്ച് വെളിച്ചെണ്ണയും കടുകും, ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 2 വറ്റൽമുളക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം, നമുക്കിതിൻ്റെ കൂടെ ഉണക്കമീനും കൂടെ ഇട്ട് കറി വെക്കാവുന്നതാണ്. ചേമ്പ് ആദ്യം വേവിക്കൂലേ, അപ്പോൾ അതിൻ്റെ കൂടെ തെരണ്ടിയോ കഷ്ണമീനോ എന്തായാലും ഇട്ട് വേവിച്ച്
അപ്പോൾ ഇതുപോലെ നമുക്ക് കറി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ചേമ്പ് പുഴുങ്ങുന്നതായാലോ. ചേമ്പ് ചേരണ്ടി തോലൊക്കെ കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടുവെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടായതിന് ശേഷം മാത്രം ചേമ്പായാലും കപ്പയായാലും ഒക്കെ പുഴുങ്ങുമ്പോൾ ഇട്ട് കൊടുക്കുക. എന്നാലും നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 തിളച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്ത് നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വരാം. ഇനി നമുക്ക് വെള്ളം ഊറ്റാം. വെള്ളം ഊറ്റിക്കഴിഞ്ഞാലും കുറച്ച് സമയം സിമ്മിലിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കണം. ഇനി വേണ്ടത് കാന്താരി ചമ്മന്തിയാണല്ലേ. ഇനി നമുക്ക് കുറച്ച് കാന്താരിയും ചെറിയുള്ളിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ചമ്മന്തിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ പുറമെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെയാണോ ചേമ്പ് പുഴുങ്ങുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പലർക്കും പല ടൈപ്പിലാണല്ലോ ഇഷ്ടം. ചിലർ നന്നായിട്ട് തന്നെ ഉടച്ച് നമ്മൾ കപ്പയൊക്കെ ഉടച്ചെടുക്കുന്ന പോലെ ഉടച്ചിട്ടായിരിക്കും കഴിക്കാറ്. അപ്പം എൻ്റെ ഫേവറേറ്റ് ഇങ്ങനെയാണ് കേട്ടോ. സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.